Very good morning, dear students. അപ്പോൾ നമ്മളിങ്ങനെ പെർസെപ്ഷനിലൂടെ ഇങ്ങനെ യാത്ര നമ്മൾ തുടങ്ങിയേക്കാണ്. സോ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പെർസെപ്ച്വൽ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്തേക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണ്, സീക്വൻസ് എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത്. സോ പെർസെപ്ച്വൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇസ് കംപ്രൈസ്ഡ് ഓഫ് 6 പ്രോസസ്സാണ്. എന്താണ് ഈ 6 പ്രോസസ്സ് എന്തൊക്കെയാണ്? ഒന്ന് റിസീവിങ്, മറ്റൊന്ന് സെലക്ടിങ്, തേർഡ് വൺ ഓർഗനൈസിങ്, ഇൻ്റർപ്രറ്റിങ്, ചെക്കിങ് ആൻഡ് റിയാക്ടിങ് ടു സ്റ്റിമുലി. അതായത് നമ്മളൊരു കാര്യം റിസീവ് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്ത് എല്ലാതും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നില്ല. റിസീവ് ചെയ്തതിന് വി ആർ സെലക്ടിങ്, സെലക്ട് ചെയ്തത് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്തതിന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വി ആർ റിയാക്ടിങ് ടു സ്റ്റിമുലി എന്ന് പറയുന്നത്. അപ്പോൾ 6 സ്റ്റേജസ് ആണ് ഇവിടെ പറയണത്. സോ ദീസ് പ്രോസസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ പെർസീവർ ആൻഡ് ദ സിറ്റുവേഷൻ. സോ ഈ കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പെർസീവറും അതേപോലെ തന്നെ നമ്മുടെ സിറ്റുവേഷനും ബേസ് ചെയ്തിട്ടാണ്. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, നമ്മൾ ഒന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലറി വിളിക്കും. ഓക്കെ, ചില ആൾക്കാർക്ക് നമ്മൾ എത്ര പേടിപ്പിച്ചാലും പേടിയാവില്ല. അല്ലെങ്കിൽ ചില ആൾക്കാരൊന്ന് കൈ ചെറുതായിട്ടൊന്ന് പൊള്ളുമ്പോഴേക്കും അയ്യോ ഒന്ന് പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യണ കാണും. ചില ആൾക്കാർ അത് സഹിച്ചിട്ടിരിക്കണം കാണും. സോ ദ വേ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സിറ്റുവേഷൻ. ഓക്കെ, സോ വിൽ സീ അബൌട്ട് ദ റിസീവിങ് സ്റ്റിമുലൈ എന്താണെന്നുള്ളത് നോക്കാം. സോ റിസീവിങ്ങിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. Sensory reception is taking place through human organs such as eyes, ears, nose, mouth and skin. They receive the sensory input. The sensory functions എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? We can see, we can hear, we can smell it, we can taste it and we can feel it എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൻസറി ഓർഗൻസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഫിസിക്കൽ ഓബ്ജക്ട്സ് ആൻഡ് ഇവൻറ്റ് ഓർ പീപ്പിൾ. ഓക്കെ, സെൻസറി ഓർഗൻസ് റിസീവ് ഫിസിക്കൽ ഓബ്ജക്ട്സ് നമ്മൾ കാണുമ്പോൾ, ഓക്കെ, അല്ലെങ്കിൽ ചില ഇവൻറ്റ്സ് അല്ലെങ്കിൽ ചില പീപ്പിൾ. സ്റ്റിമുലൈ എന്ന് പറയുന്നത് എക്സ്റ്റേണലും ആവാം ഇൻറ്റേർണലും ആവാം. എക്സ്റ്റേണൽ സ്റ്റിമുലയിൽ എന്തൊക്കെയാണ് വരുന്നത്? ലൈറ്റ്, വേവ്സ്, ഓക്കെ, നമ്മുടെ പ്രഷർ, എനർജി, മെക്കാനിക്കൽ എനർജി ഓഫ് പ്രഷർ, കെമിക്കൽ എനർജി ഫ്രം ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ആ കെമിക്കൽ എനർജി വരുമ്പോൾ വൺ ക്യാൻ സ്മെൽ എന്നുള്ളതാണ് ആൻഡ് ടേസ്റ്റ്. അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റിമുലയിൽ വരുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്നത്, മസിൽസിൻ്റെ ഉള്ളിൽ കൂടെ എനർജി ജനറേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ ഗ്ലാൻഡുകളും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ, നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണുകളുണ്ട്. സോ അങ്ങനെ ഇൻറ്റേർണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റേർണൽ പ്രോസസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ബോഡി എന്നുള്ളതാണ്. സോ നമുക്കിവിടെ മെയിനായിട്ട് വാട്ട് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് അവർ ബോഡീനെ കുറിച്ചിട്ടല്ല, വാട്ട് ഈസ് ടേക്കിംഗ് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി. സോ എക്സ്റ്റേർണൽ സ്റ്റിമുലയ്ക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വാട്ട് വി റിസീവ് ഫ്രം ദി എൻവയൺമെൻറ്റ് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, നമ്മൾ റിസീവ് ചെയ്ത കാര്യങ്ങൾ വി ആർ സെലക്ടിങ് ഇറ്റ്. സോ സെലക്ഷൻ ഓഫ് സ്റ്റിമുലി. ആഫ്റ്റർ റിസീവിങ് സ്റ്റിമുലി ഫ്രം ദി എൻവയൺമെൻറ്റ്, some are to be selected for further processing. Some of the stimuli are screened out because an individual is not able to select all stimuli from the environment.
External and internal factors are taken into consideration while receiving stimuli. ഇതാണ് ഞാൻ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം. സോ നമ്മൾ റിസീവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വി ക്യാൻ നോട്ട് റിയാക്ട്. It depends upon the internal and external stimuli we receive. അതിനാണ് അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ നമ്മൾ അതിനനുസരിച്ചാണ് റിയാക്ട് ചെയ്യുള്ളൂ. സോ വി സെലക്ട് ഫ്രം ദാറ്റ് what to react and what not to react എന്നുള്ളത്. Okay. And third one is organization of stimuli. The stimuli received from the environment must be organized so as to assign from some meaning to them. So this aspect of forming bits of information into meaningful ones is called perceptual organization. So first thing, we have received from environment. In the second stage, we have selected what to react and how to react everything. Okay, and third one is we are organizing it. എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് അതിന് സെലക്ട് ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഈ ഓർഗനൈസ് ചെയ്യുന്നത് എന്തിനാണ്? അതിനൊരു അർത്ഥം കൊടുക്കാനായിട്ടാണ്. തലയും വാലും ഉടലും എല്ലാം കൂടി നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഒരു രീതി. സോ ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയാണ്. സോ ആദ്യം ബോഡി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ തല ഇവിടെ കൊണ്ടുപോയി വയ്ക്കും. സോ വാട്ട് ഷുഡ് കം ഫസ്റ്റ്, what should come second, what should come third, which gives into a meaningful sentence അല്ലെങ്കിൽ ഒരു മീനിങ്ഫുൾ തിങ്, എന്തെങ്കിലും ഒരു അർത്ഥമുള്ളൊരു കാര്യത്തിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനെയാണ് പെർസെപ്റ്റുവൽ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് interpretation of stimuli. It is after the data has been received, നമ്മളത് സെലക്ട് ചെയ്തു, ഓർഗനൈസ് ചെയ്തു, and then the perceiver interprets or assigns meaning to the information. So നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ഓൺ അസംഷൻസ്, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഇൻ്റർപ്രറ്റ് ദി ഡാറ്റ എന്നുള്ളതാണ്. പീപ്പിൾ വിൽ ഇൻ്റർപ്രറ്റ് ഡാറ്റ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഓൺ അസംഷൻ, തിങ്സ് ആൻഡ് സിറ്റുവേഷൻസ്. Interpretation of stimuli is affected by characteristics of stimuli, situations under which perception takes place, and the characteristics of perceiver. So according to our characteristic, according to the situation the perceiver undergoes, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എങ്ങനെയാണ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ അവർ അസംഷൻ, ബേസ്ഡ് ഓൺ അവർ സിറ്റുവേഷൻ, ബേസ്ഡ് ഓൺ എവറിത്തിങ്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, സോ ദീസ് ആർ ദ പ്രോസസ് വിച്ച് ഇൻഫ്ലുവൻസ് ദ പെർസീവർ ആൻഡ് ദി സിറ്റുവേഷൻ. അപ്പോൾ റിസീവിങ് സ്റ്റിമുലൈ ഉണ്ട്, സെലക്ഷൻ ഓഫ് സ്റ്റിമുലൈ ഉണ്ട്, ഓർഗനൈസേഷൻ ഓഫ് സ്റ്റിമുലൈ ഉണ്ട്, ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റിമുലൈ ഉണ്ട്. 4 കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ, ആൻഡ് നൗ വി വിൽ സീ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പെർസെപ്ഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സാണ് പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, സോ യു ആർ ഹാവിങ് 3 ഫാക്ടേഴ്സ് മെയിൻലി. അത് എന്തൊക്കെയാണ്? ഇൻ ദ പെർസീവർ, and second one in the object or target being perceived, and then in the context of the situation in which the perception is made എന്നുള്ളതാണ്. സോ എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ഒന്ന് നമ്മുടെ പെർസീവർ ആണ്. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ആവാം. തേർഡ് വൺ എന്ന് പറയുന്നത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി സിറ്റുവേഷൻ ഇൻ വിച്ച് ദ പെർസെപ്ഷൻ ഇസ് മെയ്ഡ്. ഏതിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ പെർസെപ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ വിൽ സീ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പെർസീവർ. സോ ഫസ്റ്റ് പോയിൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
Several characters may affect the perceiver. So, when an individual looks at a target and attempts to interpret it, that interpretation is heavily influenced by personal characteristics of the individual perceiver. So, എന്താണ് ആ major characteristics എന്നുള്ളത് നോക്കാം. First thing is attitude. How a person's attitude is എന്നുള്ളതാണ്. The perceiver's attitude affect perception. Suppose, example പറയുന്നുണ്ട്, Mr. A is interviewing the candidates for a very important position in his organization. A position that requires negotiating contracts with suppliers, most of whom are male. Mr. X may feel that women are not capable of taking a tough stand in negotiations. This attitude will clearly affect his perceptions of the female candidates he interviews. So, what is given in this example is an interview is going on in the organization and they have to select a very important person who has a role of negotiation with the contracts. So, അവർ കമ്പനിക്ക് സെലക്ട് ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് പല നെഗോഷിയേഷൻസും ചെയ്യേണ്ടി വരും. ആരായിട്ട്? ആ കമ്പനിയിലെ എന്താ പറയുക, ആ കമ്പനിയിലേക്ക് കോൺടാക്റ്റുള്ള കോൺട്രാക്ടേഴ്സായിട്ട്. സോ പല തർക്കങ്ങളും പല കാര്യങ്ങളും പല ഫേം ഡിസിഷൻസും പല സ്റ്റാൻഡുകളും ചിലപ്പോൾ എടുക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ. സോ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഫീമെയിൽസ് ആർ നോട്ട് കേപ്പബിൾ ടു ദിസ് റോൾ എന്നുള്ളത്. സോ ആളുടെ മനസ്സിലുള്ളത് നല്ല മെയിൽ കാൻഡിഡേറ്റിന് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ നെഗോഷിയേഷൻസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ സ്ത്രീകൾക്ക് അത് പറഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയുക നെഗോഷിയേഷൻസിന് ചിലപ്പോൾ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിന്ന് വരാം. അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ പല ഇഷ്യൂസ് വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അവർ പിടിച്ച വാശിമ്മന് ചിലപ്പോൾ നിൽക്കും എവറിത്തിങ് ഷുഡ് ഗോ ആസ് പെർ ലോ എന്നുള്ളത്. അപ്പോൾ ചില വിട്ടുവീഴ്ചകൾക്കോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കോ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ എല്ലാം നമുക്ക് നിയമം അനുസരിച്ചൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ ചില സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചില കാര്യങ്ങൾ എന്താ പറയുക നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ചിലപ്പോൾ സ്ത്രീകൾ സമ്മതിച്ചൊന്നും വരില്ല. സോ ദിസ് വിൽ നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ദി കേസ് ഓഫ് വിമൻ. സോ ഹി ഈസ് ലുക്കിംഗ് ഫോർ ദി റൈറ്റ് പേഴ്സൺ ആസ് എ മെയിൽ കാൻഡിഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ ഒരു സ്ഥാനത്തേക്ക് ഒരു ആണ് വന്നാൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ളത്. സോ ഇത് ആ ഇൻ്റർവ്യൂവിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലേ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. റിഫ്ലക്റ്റ് ചെയ്യും, തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ സ്ത്രീകൾ വരുമ്പോൾ തന്നെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ തന്നെ വളരെ ടഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരമാവധി ബുദ്ധിമുട്ടിലാക്കിയിട്ട് അവരെ വിടും. ഇയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു നല്ലൊരു മെയിൽ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് വിൽ ബി ദ റൈറ്റ് പേഴ്സൺ എന്നാണ് അയാൾ ഉദ്ദേശിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. സോ മെയിൽ കാൻഡിഡേറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിലും അയാൾ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് അയാൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരാളിനെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി സെലക്ട് ചെയ്യും. അപ്പം നേരത്തെ ഉറപ്പിച്ച് കഴിഞ്ഞു ഈ ഒരു പർട്ടിക്കുലർ സീറ്റിലേക്ക് നോ ഫീമെയിൽ കാൻഡിഡേറ്റ്, ഓൺലി മെയിൽ കാൻഡിഡേറ്റ്, and that will surely reflect in the interview process. ഓക്കെ, അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനുള്ളത്. സെക്കൻഡ് തിങ് ഈസ് മൂഡ്. Mood can have a strong influence on the way we perceive things. We think differently when we are happy than we do when we are depressed. അല്ലേ? രണ്ട് സെയിം സിറ്റുവേഷൻസ് രണ്ട് സമയത്തായിട്ട് നമ്മുടെ മുൻപിൽ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഒരു തരത്തിലും, നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ദ സെയിം സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പോൾ വി റിമെമ്പർ information that is consistent with our mood state better than information that is inconsistent with our mood state. So when in a positive mood we form
more positive impressions of others. When in a negative mood, we tend to evaluate others unfavorably. സോ ഓർഗനൈസേഷനിൽ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു പോസിറ്റീവ് വൈബിൽ നമ്മൾ നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് എന്തെങ്കിലും ഒരു നെഗറ്റീവ് തിങ്, ഒരു മിസ് ഹാപ്പനിങ് എന്തെങ്കിലും ഉണ്ടായിട്ട് അവിടെ ഒരു കാര്യം പറയാനായിട്ട് ഒരു വ്യക്തി വരുന്നതെങ്കിൽ നമ്മൾ ആ കാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മൾ ഫുൾ പോസിറ്റീവ് ഓണിലായിട്ടിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യം പോലും നല്ല രീതിയിൽ നമ്മളത് ഹാൻഡിൽ ചെയ്യും. ബട്ട് ഈ പറയുന്ന കാര്യം തന്നെ നമ്മൾ രാവിലെ മുതൽ ദേഷ്യം പിടിച്ചിട്ടുള്ളൊരു ദിവസമാണെന്ന് വിചാരിക്കാം. എന്തൊക്കെയോ പല കാര്യങ്ങൾ ഓർഗനൈസേഷനിൽ വന്നപ്പോൾ നമുക്ക് പറ്റാത്തത് നമ്മൾ കണ്ടു, നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ദറ്റ് ഈസ് ഒരു ബാഡ് ന്യൂസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മിസ് ഹാപ്പനിങ്ങിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മിസ്സിങ്ങിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ആവട്ടെ, ഒരു നെഗറ്റീവ് തിങ് നമ്മൾ വന്ന് പറയാണ്, മൊത്തത്തിൽ അയാൾ ആകെ ചൂട് പിടിച്ചിരിക്കും. ഓക്കെ, കുറച്ചും കൂടി ദേഷ്യം കൂടും, പലരെയും കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഒരു കാരണമില്ലാതെ ഒന്നും അറിയാത്ത ആൾക്കാരുടെ പേരിലായിരിക്കും അയാൾ കുറ്റം ആരോപിക്കുന്നത്. സോ ദിസ് ഈസ് ദ റീസൺ, ദിസ് പേഴ്സൺ വാസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, മറ്റേതാണ് മറിച്ചേതാണ്, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഒന്ന് സമാധാനമായിട്ടൊന്ന് ചോദിച്ചറിയാനുള്ളൊരു മനസ്സ് പോലും ഉണ്ടാകില്ല. അത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അനുഭവിക്കണതല്ലേ. നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, അച്ഛൻ്റെ അടുത്ത് നമ്മളൊരു കാര്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ മൂഡനുസരിച്ച് ചോദിക്കുള്ളൂ. ഓക്കെ, ആൾ നല്ല ഒരു കുഴപ്പമൊന്നുമില്ല തമാശയൊക്കെ പറഞ്ഞ് നല്ല രസകരമായിട്ടിരിക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ടൂറ് പോകേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കേണ്ട, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള ഒരു കാര്യം, ഒരു ലാപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ ഇതൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല നേരത്ത് നമ്മൾ പറയും. അതല്ല, അന്ന് വീട്ടിൽ ഓഫീസിലത്തെ അല്ലെങ്കിൽ കമ്പനിയിലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ അയാളുടെ ജോലിയുടെ എന്തെങ്കിലും കാര്യങ്ങളാൽ അയാൾ സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് നമ്മളിത് പോയിട്ട് പറയണേന്നുണ്ടെങ്കിൽ കൊണ്ട് പൊക്കുന്നുണ്ട് ലാപ്പും കാര്യങ്ങളും, ഏത് നേരത്തെ വന്ന് പറയണമെന്ന് നമുക്ക് ബോധമില്ലേ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുക. സോ ഒരു പേഴ്സൺ ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, if it is pleasant, if it is calm, he'll take right decision. But without it, if he is not in a good mood, for everything he will react differently and create a negative sense to everyone. Okay, so attitude വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും, മൂഡ് അതും നമുക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം നമുക്ക് ഒരു കഥ എഴുതാനുള്ളൊരു മൂഡിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, നല്ല ഉദിക്കണ വെയിലാണ് നമ്മുടെ മുഖത്തേക്ക് അടിക്കണമെങ്കിൽ കഥ എഴുതാനുള്ള മൂഡും കാര്യങ്ങളൊക്കെ പോകും. നേരെ മറിച്ച് ആ ക്ലൈമറ്റൊക്കെ ഒന്ന് തണുത്ത് ഒരു രസകരമായിട്ടുള്ള ഒരു ചെറിയ കാറ്റും ഒരു ചെറിയൊരു ചാറ്റൽ മഴയും അങ്ങനെയൊക്കെ നല്ലൊരു ക്ലൈമറ്റിക് കണ്ടീഷൻ, വീട്ടിലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ, ആബ്സല്യൂട്ട് സൈലൻസ്, കിളികളുടെ ശബ്ദങ്ങൾ മാത്രമാണ് അവിടെ കേൾക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുതിപ്പോവും. എഴുതാൻ അറിയാത്തവനും എഴുതിപ്പോവും അല്ലേ? ബിക്കോസ് ദ സിറ്റുവേഷൻ ക്രിയേറ്റ്സ് സച്ച് എ മൂഡ് എന്നുള്ളതാണ്. ഓക്കെ, and then our needs and motives. Unsatisfied needs or motives stimulate individuals and may exert a strong influence on their perceptions. When people are not able to satisfy their needs, they are engaged in wishful thinking, which is a way to satisfy their needs, not in the real world, but imaginary world. In such cases, people will perceive only those items which suit their wishful thinking. Motives also influence the perception of people. People who are devious are prone to see others as also devious. So,
നമ്മുടെ നീഡ്സ് ആൻഡ് മോട്ടീവ്സ്. ഇപ്പം നമ്മുടെ നീഡ് അനുസരിച്ച് വി ഹാവ് പർച്ചേസ്ഡ് എ പ്രോഡക്റ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മച്ച് ആസ് അവർ എക്സ്പെക്റ്റേഷൻ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തു അതേപോലത്തെ പെർഫോമൻസ് ഒന്നും ആ പ്രോഡക്റ്റിന് നമുക്ക് ലഭിക്കുന്നില്ല. സോ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ കമ്പനീനെ കുറിച്ചിട്ടൊരു വെരി വെരി ബാഡ് ഇംപ്രഷൻ ഹാസ് ബീൻ ക്രിയേറ്റഡ് ഇൻ അവർ മൈൻഡ്, ആൻഡ് ദാറ്റ് വിൽ ഇൻഫ്ലുവൻസ് അവർ ഡിസിഷൻസ് ഓൾസോ ഫർദർ. പിന്നെ നമ്മൾ അവരുടെ ഒരു നല്ല പ്രോഡക്റ്റാണ് അല്ലെങ്കിൽ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിൽ നിന്ന് ആദ്യം മേടിച്ച് നമുക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം, ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അത് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. സോ ഒരിക്കലും നമ്മൾ അതിനു വേണ്ടി ഒരു സപ്പോർട്ടും നമ്മൾ ചെയ്യില്ല. ഓക്കെ, അതാണ് നീഡ്സ് ആൻഡ് മോട്ടീവ്സ് എന്ന് പറയുന്നത്. അതിൽ ആൾക്കാരുടെ നീഡ്സ് അനുസരിച്ച് പെരുമാറാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ക്ലിയർ? And then self-concept. Fourth one is self-concept. Okay, so this is about needs and motives. ഇനി വരുന്നത് self-concept ആണ്. Another factor that can affect social perception is the perceiver's self-concept എന്നുള്ളതാണ്. An individual with a positive self-concept tends to notice positive attributes in another person. In contrast, a person who is having a negative self-concept can lead a perceiver to pick out negative traits in another person. Great understanding of self allows us to have more accurate perceptions of others. So what is happening in the self-concept is about our positivity and negativity. Clear? So how far we are looking positive way in others. ഇപ്പോൾ നമ്മളൊരാളായിട്ട് സംസാരിക്കുമ്പോൾ, നമ്മളൊരു എംപ്ലോയി അല്ലെങ്കിൽ നമ്മളൊരു വർക്കർ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരിൽ കാണുന്ന പോസിറ്റീവായിട്ടുള്ള വൈബ്സാണ്, പോസിറ്റീവായിട്ടുള്ള ആട്രിബ്യൂട്ട്സാണ്. അതേപോലെ നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുള്ളൂ. അതുമാത്രമല്ല, ഏതൊരാളായിട്ട് സംസാരിക്കുമ്പോഴും അയാളുടെ പോസിറ്റീവ് അല്ല, അയാളുടെ നെഗറ്റീവ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കണ്ടെത്താനായിട്ട് ശ്രമിക്കുള്ളൂ. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് മറ്റുള്ളവരെയും മനസ്സിലാക്കി നമ്മൾ കൂടെ നിർത്താനായിട്ട് സാധിക്കുള്ളൂ. ഒരു നെഗറ്റീവ് മൈൻഡുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും നമുക്ക് ആ പേഴ്സണിന് നെഗറ്റീവ് മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഏത് നെഗറ്റീവ്സിനെയും പോസിറ്റീവായിട്ട് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സന്മനസ്സുള്ളൊരു വ്യക്തിക്കാണ് ഏത് സ്റ്റേജിലെത്തിയാലും വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഏതൊരു ഹയർ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പണിതിട്ടുള്ള ആൾക്കാർ, ഇവരൊക്കെ ഒരു കാലത്ത് ഏറ്റവും അധികം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ദേ ഹാവ് കം ഫ്രം ദി സ്ട്രീറ്റ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അവിടെ നിന്ന് അവർ ഓരോ കാര്യങ്ങളും ചെയ്ത് വിജയിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ തോറ്റ് വീണ്ടും പരിശ്രമിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഒരാൾ പോലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് അത് ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പല സിറ്റുവേഷൻസ്, പല സംഭവങ്ങളെയും തരണം ചെയ്ത് പല മാർക്കറ്റ് കണ്ടീഷൻസും കണ്ട് പല മാറ്റങ്ങളും അവരുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഓരോരുത്തരും അവർ കയറി വന്നിട്ടുള്ളൂ.
Okay, about a person who is having positive attitude will try to find the positivity in another person. A person who is filled with negative thinking, who always say the negatives and who always spread negativity, will find only the negative things. He will never find out the positive things. നമ്മൾ എത്ര നല്ലത് ചെയ്തു കൊടുത്താലും അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയില്ല. സോ വാട്ട് വി ഹാവ് നോട്ട് ഡൺ ദാറ്റ് വിൽ ഹി ഫൈൻഡ് ഫസ്റ്റ് എന്നുള്ളതാണ്. സോ നമ്മൾ ചെയ്യാൻ ചെറിയൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം, അതുമലായിരിക്കും അവർ കയറി പിടിക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും നെഗറ്റീവ്, നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ആലോചിക്കണം. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ ചിന്തിക്കണം, അല്ലേ? എന്നാലാണ് നമ്മൾ എപ്പോഴും പറയാം, എന്ത് പോസിറ്റീവായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. സപ്പോസ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് സ്റ്റാൻഡ് വി ഹാവ് ടു ടേക്ക് എന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോൾ ഏത് ഡിസിഷൻ നമ്മൾ ചെയ്യും? നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ പോയില്ല, അപ്പോൾ ഇന്ന രീതിയിൽ തടസ്സങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി കാണാനും നമ്മളെ തന്നെ തയ്യാറാക്കാനും നമ്മൾ നെഗറ്റിവിറ്റി കാണണം എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഒരാൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഡ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ടോക്ക് അല്ലെങ്കിൽ എന്ത് തന്നെ ചെയ്താലും അതിനെ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി കഷ്ടമാണ്, അല്ലേ? അപ്പോൾ പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാണ് മനസ്സിലെ നല്ല കാര്യങ്ങൾ ഉദിക്കുള്ളൂ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ എപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയും, എന്ത് ദുരന്താടാ നീ എന്ന് പറയും, അല്ലേ? എപ്പോഴും അതിൻ്റെ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. പക്ഷേ നമുക്കതൊന്ന് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റിയും അവരെന്താക്കി മാറ്റും? പോസിറ്റീവായിട്ട് മാറ്റും. അവർ ചിന്തിക്കും, അപ്പം പറഞ്ഞതിലും കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഡിസൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ക്ലിയർ? അപ്പോൾ സെൽഫ് കോൺസെപ്റ്റ്. ഇനി വരുന്നത് ഇൻട്രസ്റ്റ് ആണ്. The focus of an individual attention appears to be influenced by his interest. Individual interests differ considerably, and hence when one person notices in a situation can differ from what others perceive. അപ്പോൾ ഇതിനൊരു നല്ലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. The supervisor was just seen scolded by his boss for coming late is more likely to notice his colleagues coming late tomorrow than he did last week. If a perception is preoccupied with a personal problem, he may find it difficult to be attentive in class. So ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർവൈസർ, ഓക്കെ, സൂപ്പർവൈസർ എന്ന് പറയുന്നത് ജസ്റ്റ് ആളെ നോക്കുമ്പോൾ ഒരു ദറ്റ് ഈസ് ആ പേഴ്സൻ്റെ ബോസ് ഒരാളിനെ ലേറ്റായിട്ട് വന്നതിന് ചീത്ത പറഞ്ഞിട്ട് അയാളിങ്ങനെ സ്കോൾഡ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. സോ ഈ സിറ്റുവേഷൻ കാണുന്ന സൂപ്പർവൈസർ ദ നെക്സ്റ്റ് ഡേ തൊട്ട് ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ ഫ്രണ്ട്സും ആരൊക്കെയാണ് ലേറ്റായിട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് അവർ നോക്കിക്കൊണ്ട്. അതായത് ഒരു പേഴ്സൻ്റെ ഇൻട്രസ്റ്റ് അത് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓർഗനൈസേഷനിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫീൽഡിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഇഫ് വി ആർ പോസ്റ്റഡ് ഇൻ ദി റോങ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇൻ ദി അനദർ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലൊന്ന് വർക്ക് ചെയ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പ്രൊഡക്ഷനിലാണ്, ആൻഡ് വി ആർ എലിജിബിൾ ടു ദാറ്റ്. സോ അവിടെ നിന്ന് ആദ്യം പറയും നിങ്ങൾ കുറച്ച് നാൾ സ്റ്റോക്കിൽ നിൽക്കുമെന്ന് പറയും, എന്നിട്ട് സ്റ്റോറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമെന്ന് പറയും. ചിലർക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു ജോബായിരിക്കാം. പക്ഷേ നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെയാണോ ആ ഒരു ഫീൽഡിലാണ് വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ എന്നുള്ളതാണ് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുള്ളൂ. അതാണ് ഇൻട്രസ്റ്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം. ആൻഡ് ദെൻ ഇസ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. Cognitive structure, an individual's pattern of thinking, also affects perception. Some people have a tendency to perceive physical traits such as height, weight, and appearance more readily.
Others tend to focus on more central traits or personality dispositions. Cognitive complexity allows a person to perceive multiple characteristics of another person rather than attending to just a few traits. ചില ആൾക്കാർ the outer appearance-നാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. What is the height of the person? What is the weight of the person? How he looks? What is the color of the person? What is his religion? What is his caste? Everything. So, outer കാര്യങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Maybe a person having obesity, a person who is so lean, can have the great potential to influence others. ചിലപ്പോൾ ആ ഒരു നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഈ പുറമേ കാണുന്ന എന്താ പറയുക, ഒരു അഴകനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ ബോധക്കുറവ് ചിലപ്പോൾ അവർക്കായിരിക്കും. പലപ്പോഴും പല ഇതിലും മാഗസിൻസിലും പല പ്രാവശ്യം ന്യൂസ് പേപ്പേഴ്സിൽ വായിച്ചിട്ടുണ്ട്. ദ ടോപ്പ് ലെവലിൽ വന്നിട്ടുള്ള പേഴ്സൺസ് എന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലും അവരവരുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻസും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ ദേ ഹാവ് ഗിവൻ നോ സച്ച് ഇമ്പോർട്ടൻസ് ടു ദാറ്റ് ബിക്കോസ് the external beauty cannot do anything. നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ ബോൾഡ്നെസ്, ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, സോ നമ്മളത് മാറ്റി വയ്ക്കുക. ദ ഔട്ടർ ബ്യൂട്ടി നമ്മൾ മാറ്റി വയ്ക്കുക. ആൻഡ് വി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദി ബോൾഡ്നെസ്, ടു ദി കറേജ്, ആ കാര്യങ്ങൾക്കൊക്കെ മാറ്റി വയ്ക്കുക നമ്മൾ. അപ്പോൾ വലിയ വലിയ പൊസിഷൻസിലേക്ക് അച്ചീവ് ചെയ്ത് വന്നിട്ടുള്ള ഫീമെയിൽസ് അത്ര ഭംഗിയുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നാടിന് വേണ്ടിയിട്ടും ലോകത്തിന് വേണ്ടിയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, എത്രയോ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, എവിടെയും എത്താതെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദ ഔട്ടർ അപ്പിയറൻസിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ചില ആൾക്കാർ കമ്പനിയിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് ദി ഔട്ടർ അപ്പിയറൻസ് നോക്കിയിട്ടായിരിക്കും. ചിലപ്പോൾ ദാറ്റ് വിൽ ബി ദ മോസ്റ്റ് ഡേഞ്ചറസ് പേഴ്സൺ എന്നുള്ളത്. ചില സമയത്ത് ചില ആൾക്കാർ അവരായിട്ട് സംസാരിച്ച് ഹൗ എ പേഴ്സൺ ഈസ് ഇൻഫ്ലുവൻസിങ് ഓൺ അതേഴ്സ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, and then is first impression. It is a normal human tendency to evaluate others on the basis of their first impression. അല്ലേ, ഫസ്റ്റ് ഡേ തന്നെ ഒരാൾ അബദ്ധവശാൽ എന്തെങ്കിലും ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ അയാളിനെ നമ്മൾ എന്താണ് പറയുക, the first day itself he has come with this type of intention, so he is like this, മുദ്ര കുത്തി കഴിഞ്ഞു. Okay, so since the first impression evaluation is not always based on sufficient information, it may not be true reflection about people being perceived. അപ്പോൾ നമ്മുടെ പെർസെപ്ഷനാണ് അവിടെ തെറ്റുന്നത്. We are perceiving it wrongly. It is not being his fault. The situation or sometime അവിടെ സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇയാൾ മനസ്സറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതായിരിക്കാം. ഓക്കെ, സോ അപ്പോഴേക്കും നമ്മൾ ഡിസൈഡ് ചെയ്തു ദിസ് പേഴ്സൺ ഇസ് ലൈക്ക് ദിസ്, ഓൺ ദ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് ഹി വാസ് ലൈക്ക് ദറ്റ്. ഇതവിടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ് നമ്മൾ. പിന്നെ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻസ് കമ്മിങ് ആഫ്റ്റർ ദാറ്റ് വി യൂസ് ടു ഇവാലുവേറ്റ് ദാറ്റ് പേഴ്സൺ ഓൺ ദി ലാസ്റ്റ് തിങ്. ഓക്കെ, ആൻഡ് ദെൻ ഇതിന് നല്ലൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. However, this can be overcome by more frequent interaction, but the erasing of first impression evaluation is not much easy. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ കണ്ട് തീരുമാനമെടുക്കുന്ന ആൾക്കാരനെ നമ്മൾ പെട്ടെന്ന് പിന്തിരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇസ് ആൻ ആംപിൾ പ്രൂഫ് ഓഫ് ദി ഫസ്റ്റ് ഇംപ്രഷൻ ഇവാലുവേഷൻ. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ചില പെൺകുട്ടീനെയോ അല്ലെങ്കിൽ ചില ആൺകുട്ടികളിനെയോ നമ്മളൊരൊറ്റ ദിവസം കാണുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് വീണു, സാഷ്ടാംഗം വീണു അല്ലേ.
നമ്മളൊന്ന് സംസാരിച്ച് നോക്കി ഹൗ എ പേഴ്സൺ ഈസ് റിയാക്ടിങ് ചില സിറ്റുവേഷൻസ്. അപ്പോൾ അങ്ങനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവർ പിന്നീട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയിൽ എപ്പോഴും നല്ലത് തന്നെ നടക്കണമെന്നില്ല. നമ്മൾ ഒരു വ്യക്തിനെ നമുക്ക് അറിയണം, നമ്മൾ സംസാരിച്ച് നോക്കണം. പല സിറ്റുവേഷൻസിലും നമ്മൾ അഭിപ്രായം ചോദിക്കണം. അപ്പോൾ അഭിപ്രായം ചോദിക്കുമ്പോൾ അവരെങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. വേണ്ടി വന്നാൽ ഇപ്പോൾ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. സോ അതിനുള്ളൊരു തയ്യാറെടുപ്പോട് കൂടിയിട്ട് വേണം നമ്മളെപ്പോഴും ജീവിക്കാനായിട്ട്. സോ എന്തെങ്കിലും മിസ് ഹാപ്പനിങ്, എന്തെങ്കിലും നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലിക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് ഒരു സ്ത്രീക്ക് വേണം. ഞാൻ എപ്പോഴും പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് ഗെറ്റ് മാരീഡ് വൈൽ യു ആർ ഇൻ ദി അണ്ടർ ഗ്രാജുവേറ്റ് പ്രോസസ്. നമ്മളൊരു BCom ഡിഗ്രി ചെയ്യുമ്പോൾ, ഒരു BA ഡിഗ്രി ചെയ്യുമ്പോൾ പെട്ടെന്ന് കല്യാണം കഴിച്ച് പോകല്ലേ. സോ കം ഇൻ ടു ദ മെച്യൂരിറ്റി, നോട്ട് ബൈ ഓൺ ദി ഏജ്. 18 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിക്കാൻ നമുക്ക് റൈറ്റ് കിട്ടി നമ്മൾ അപ്ലിക്കല്ല. നമ്മൾ ഒന്നും കൂടി നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ്, ഇഫ് യു വാണ്ട് ടു ഡു ദി ഹയർ സ്റ്റഡീസ്, ഇഫ് യു വാണ്ട് ടു ഗോ ഓൺ ദി ഹയർ സ്റ്റഡീസ്, നമ്മൾ ഹയർ സ്റ്റഡീസും നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് നാൾ നമ്മൾ ജോലി ചെയ്യുക, നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാം. പല സിറ്റുവേഷൻസൊന്നും നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനുണ്ട്. പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇതൊക്കെ നമ്മൾ തിയറിറ്റിക്കലായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ലൈഫിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ബോൾഡ്നെസ് കിട്ടും, ഒരു മെച്യൂരിറ്റി കിട്ടും മൈൻഡിന്. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് നാൾ അങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മുടെ പാരൻസിൻ്റെ കൂടെ, പാരൻസിന് കൊടുക്കാവുന്ന ഒരു നല്ല എന്താ പറയുക, ഒരു നല്ല ഒരു തിരിച്ചു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു റിട്ടേൺസാണ് നമ്മൾ ജോലിക്ക് പോയി കുറച്ച് നാൾ അവരുടെ കൂടെ ഹാപ്പിയായിട്ട് നിൽക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ സെലക്ട് ചെയ്യാനായിട്ട് അവരോട് പറയാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിനെ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അവരുടെ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് തന്നെ നമ്മളത് സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാനായിട്ട് സാധിക്കും. ഒന്നുമില്ലാത്ത നിസ്സാര കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് വിട്ടുകളയേണ്ട കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, അല്ലേ? അത് മൈൻഡിന് മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാർ അതുമൂലമായിരിക്കും മുറുകെ പിടിക്കുന്നുണ്ടാവുക. എന്നിട്ട് അവരെ ജീവിതം തന്നെ അവർ കൊണ്ടുപോയിട്ട് കൊളാക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക്, ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ നമ്മൾ എല്ലാം മനസ്സിലാക്കുക ഒരിക്കലും സാധിക്കില്ല. ചിലപ്പോൾ ആ പേഴ്സണിനെ കുറച്ച് നാൾ നമ്മളൊന്ന് വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് നാളൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ആറ്റിറ്റ്യൂഡ്സ്, ദ ക്യാരക്ടർ, ദ ബിഹേവിയർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഒരാളിന് ജോലിക്കെടുത്ത വഴിക്ക് നമ്മളൊരു ഹയർ പൊസിഷൻ നമ്മൾ ഒരിക്കലും കൊടുക്കാറില്ല. ഇനി അങ്ങനത്തെ പൊസിഷനിലേക്കാണ് ഒരാൾ വരുന്നതെങ്കിൽ അയാളെക്കുറിച്ച് വെൽ സ്റ്റഡീഡ് ആയിരിക്കും ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരാളിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് ദാറ്റ് പേഴ്സൺ ഇസ് ഗിവൻ ആൻഡ് ദാറ്റ് പേഴ്സൺ ഇസ് പുട്ട് ഇൻ ടു എ ട്രെയിനിങ് പീരിയഡ്. And in that training period, the company, the supervisors, the immediate officers are observing him എന്നുള്ളതാണ്. Okay, so that is what is happening. And next is past experience. Past experience-ൽ വരുന്നത് perceptions are often guided by past experience and what we expect to see എന്നുള്ളതാണ്. സോ past experience എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഈസ് അവർ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഓവർ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു കാര്യം ഓവർ എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെക്റ്റേഷനനുസരിച്ച് ആ കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബ്രിങ് എ നെഗറ്റീവ് ഫീലിംഗ് ഇൻ യു. ആൻഡ് ദെൻ ഈസ് ബിലീഫ് ആൻഡ് സിറ്റുവേഷൻ. So belief എന്ന് പറയുമ്പോൾ person's beliefs influence his perception to a great extent. A fact conceived not on what it is but what a person believes it to be.
ചില കാര്യങ്ങൾ ഫാക്റ്റിൽ നമ്മൾ മനസ്സിലാക്കില്ല. നമ്മുടെ മനസ്സിൽ നമ്മൾ മുൻപേ ചില ബിലീഫുകളുണ്ടായിരിക്കും, അതിനായിരിക്കും അല്ലെങ്കിൽ അതിലൂടെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. ആൻഡ് ദെൻ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എലമെൻറ്റ്സ് ഇൻ ദി എൻവയൺമെൻറ്റ്, surrounding and individuals like time, location, light, heat, etc. influences perception. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ എൻവയൺമെൻറ്റിൽ, നമ്മുടെ സറൗണ്ടിങ്ങിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെ നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പെർസീവർ. ദ ഫസ്റ്റ് പോയിൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സബ് പോയിൻറ്റ്സ് ആണ്. ഇനി നമുക്കുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ടാർഗറ്റ്. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ട്രെയ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിലെ ഫിസിക്കൽ അപ്പിയറൻസ് വരുന്നുണ്ട്, വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, ആൻഡ് ദെൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഫിസിക്കൽ അപ്പിയറൻസിൽ വരുന്നത്, ഫിസിക്കൽ അപ്പിയറൻസ് പ്ലേ a big role in our perception. Extremely attractive or unattractive individuals are more likely to be noticed in a group than ordinary looking individuals. അല്ലേ, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരും അതേപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ് വളരെ മോശമായിട്ടുള്ള ആൾക്കാരും 2 പേരെയും നമുക്കതിൽ പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ motion, sound, size and other attributes of a target shape the way you see it. So our behavior, our way of looking, way of talking, way of movement, everything നമ്മളിതൊക്കെ അവരെ പ്രത്യേകിച്ച് തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്നതായിരിക്കും. The perceiver will notice the target's physical features like height, weight, estimated age, race and gender. Perceivers tend to notice physical appearance characteristics that contrast with the norm, that are intense or that are new or unusual. Physical attractiveness often colors our entire impression of another person, and interviewers rate attractive candidates more favorably, and attractive candidates are awarded higher starting salaries. സോ നമ്മൾ ഔട്ടർ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ അവരെ നോട്ട് ചെയ്യും. ഹൗ ദേ ആർ പെർഫോമിങ് ഇൻ ദ ഇൻ്റർവ്യൂ. പെർഫോമൻസിനേക്കാളും കൂടുതൽ നമ്മൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ പേഴ്സണാലിറ്റിക്കാണ്. അതേപോലെ തന്നെ ആ അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ട് ഗുഡ് സാലറി ഉള്ള ഒരു പൊസിഷനും നമ്മൾ അവർക്ക് ഓഫർ ചെയ്യാറുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദെയർ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫ്രം ടാർഗറ്റ്സ് ഓൾസോ എഫക്ട്സ് പെർസെപ്ഷൻ അബൌട്ട് ദെം. We listen to the topics they speak about, their voice tone and their accent, and make judgments based on this input. So how the people are speaking, how their accent എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദ പെർസീവർ deciphers eye contact, facial expression, body movements and posture, all in an attempt from an impression of the target. അപ്പോൾ അവരുടെ ഐ കോണ്ടാക്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരുടെ ബോഡിലി മൂവ്മെൻറ്റ്സ്, ജെസ്റ്റേഴ്സ്, ഈ കാര്യങ്ങളൊക്കെ അവരവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ കാര്യങ്ങളിനെ ബേസ് ചെയ്തിട്ടും നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ആൻഡ് ദെൻ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സിറ്റുവേഷൻ. മൂന്നാമത്തെ കാര്യം അതാണ്, സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ളത്. ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ പെർസീവർ ആൻഡ് ദി ടാർഗറ്റ് ടേക്സ് പ്ലേസ് ഹാസ് എൻ ഇൻഫ്ലുവൻസ് ഓൺ ദി പെർസീവേഴ്സ് ഇംപ്രഷൻ ഓഫ് ദി ടാർഗറ്റ്. Meeting a manager in his office affects employee's impression in a certain way that may contrast with the impression he would have formed had he met the manager in a restaurant.
അപ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാനേജറിനെ ഓഫീസിൽ മീറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ദ സെയിം പേഴ്സൺ മാനേജറിനെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യുന്നതും രണ്ടും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളിപ്പോൾ ഓഫീസിൽ മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ സംസാരിക്കുമ്പോൾ that will be in a formal way and that is very different. But when we meet that such person outside the company or the organization എന്ന് പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു മാറ്റം നമുക്ക് അതിലുണ്ടായിരിക്കും അല്ലേ. പുറമേ കാണുന്നൊരു വ്യക്തിയായിട്ട് നമ്മളൊരു തേർഡ് പേഴ്സൻ്റെ ഒരു ബന്ധം തന്നെ വേണ്ടു. അവിടെ നമ്മളൊരു മാനേജറാണ്, അവിടെ ഒരു എംപ്ലോയി ആണ് എന്നുള്ള നമുക്ക് ചിന്തയൊന്നും ആ ഒരു ഡിസ്പാരിറ്റീസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ. The strength of the situational cues also affects social perception. Some situations provide strong cues as to appropriate behavior. In these situations, we assume that individuals' behavior can be accounted for by the situation. For example, you may encounter an automobile salesperson who has a warm and personable manner, asks you about your work and hobbies, and seems genuinely interested in your taste in cars. Can you assume that this behavior reflects the salesperson's personality? You probably cannot because of the influence of the situation. This person is trying to sell you a car and in his particular situation, he probably treats all customers in this manner. So, ഒരു ഓട്ടോമൊബൈൽ സെഷനിലും അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ സെയിൽസ് പേഴ്സൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. സോ ആൾ നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതും നമ്മളിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നതും എന്താണ്, നമുക്ക് എത്രത്തോളം ആ പർട്ടിക്കുലർ വെഹിക്കിളിൽ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. സോ ബേസ്ഡ് ഓൺ ആ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ഓൺ ആർ ആൻസേഴ്സ് അവർക്കൊരു തീരുമാനത്തിൽ എത്താനായിട്ട് സാധിക്കും വെദർ ഹീ ഈസ് എ പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നുള്ളത്. അതായത് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കാറ് അയാൾ എന്തായാലും മേടിക്കും എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ബൈക്കോ എന്താണ് വാട്ട് എവർ ഹീ ഈസ് ലുക്കിംഗ് ഫോർ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ അയാളിനെ കുറിച്ച് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ചോദിക്കുമ്പോഴും ഈ സെയിൽസ്മാൻ നമ്മളിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നത് എന്താണ്, ദറ്റ് ഈസ് വെദർ ദിസ് പേഴ്സൺ വിൽ ബൈ എ പ്രോഡക്റ്റ് ഫ്രം ദെം എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ നിന്ന് ബൈക്കോ അതല്ലാന്നുണ്ടെങ്കിൽ കാറോ ഏതാണോ അയാൾ ചോദിച്ചു വരുന്നത് ആ ഒരു സംഭവം മേടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടോ എന്നുള്ളതും കൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ചില സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട്, പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ്റെ അടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. സോ വാട്ട് ഈസ് ഹിസ് പ്രഷർ, ഇയാൾക്ക് നമ്മൾ ഡിസൈൻ ചെയ്തത് ഓർഗനൈസേഷൻ കൊടുത്തിട്ടുള്ള വർക്ക് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇയാൾ എന്തായാലും റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ദിസ് ഈസ് അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ദ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർസെപ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ ആട്രിബ്യൂഷൻ തിയറി. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.